ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് രാജസ്ഥാനിലെ അതിർത്തി പ്രദേശമായിട്ടുള്ള ജയ്സാൽമേറിലും ബ്ലാക്ക് ഔട്ടാണ് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുമ്പിൽ ലഭിച്ചിരിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ഡ്രോണുകൾ വന്ന ഇടങ്ങൾ ബാർമേഡ്, അതുപോലെ തന്നെ ഉദ്ധംപൂർ, കച്ച്, പത്താൻകോട്ട് തുടങ്ങിയ മേഖലകളിലേക്ക് ഡ്രോണുകൾ വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്ത് അഖ്നൂരിലും പൂഞ്ചിലും രജൌരിയിലുമാണ് പാകിസ്ഥാൻ്റെ പ്രകോപനമുണ്ടായത്. സൈനിക പോസ്റ്റുകൾക്ക് നേരെയുള്ള വെടിയുതിർക്കൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഷെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ആയിട്ടില്ല. നിലവിൽ ഈ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തുള്ള പാക് പ്രകോപനം അത് സ്മോൾ ആംസ് ഫയറിങ്ങും അതിനുശേഷം ഡ്രോണുകൾ വിട്ടുകൊണ്ടുള്ള പ്രകോപനം എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ ഡ്രോണുകളെ എല്ലാം തന്നെ ഇതിനോടകം നമ്മുടെ വ്യോമ പ്രതിരോധ മിസൈലുകൾ വെടിവെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സ്ഫോടന ശബ്ദങ്ങളാണ് ഈ ശ്രീനഗറിലും മറ്റ് ജമ്മു മേഖലകളിലെല്ലാം തന്നെ കേട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വ്യോമ ആക്രമണ ശ്രമങ്ങൾ ഇപ്പോൾ തുടരെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ബ്ലാക്ക് ഔട്ടും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജയ്സാൽമേറിലും ബ്ലാക്ക് ഔട്ടാണ്, ബാർമേഡിൽ ബ്ലാക്ക് ഔട്ടാണ്, ഉദ്ധംപൂരിൽ ബ്ലാക്ക് ഔട്ടാണ്, പത്താൻകോട്ടിൽ ബ്ലാക്ക് ഔട്ടാണ്. അതായത് ജമ്മുവിൻ്റെയും അതുപോലെ തന്നെ കശ്മീരിൻ്റെയും ചില മേഖലകളിലേക്ക് ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴും രാജസ്ഥാൻ്റെയും ഗുജറാത്തിൻ്റെയും അതിർത്തി മേഖലകളിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഒരു സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ബ്ലാക്ക് ഔട്ട് ഉള്ളത്. അത് ചിലപ്പോൾ നാളെ പുലർച്ചെ വരെ പോകാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാത്രിയും ഇപ്പോൾ ഡ്രോണുകൾ വന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ സ്മോൾ ആംസ് ഫയറിംഗ് ഇപ്പോൾ വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിൽ തന്നെ പാകിസ്ഥാൻ റേഞ്ചേഴ്സിന്റെ ഭാഗത്ത് ഈ വെടിനിർത്തൽ കരാർ നിൽക്കുന്ന സമയങ്ങളിൽ പോലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ പോസ്റ്റുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വെടിവയ്പ്പൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട് അർജുൻ. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടതിന് ശേഷം ഒരു ഡ്രോണാണ് ഉണ്ടാകുന്നത്, ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു പറയുമ്പോൾ എത്രത്തോളം ഗൗരവമായി എടുക്കേണ്ടി വരും. കാരണം RS പുര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് വ്യാപക ഷെല്ലിംഗ് എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്കിപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. കശ്മീർ താഴ്വര, അനന്ത്നാഗ്, ബെഡ്ഗാം, ശ്രീനഗർ എന്നിവിടങ്ങളിൽ ഡ്രോണുകൾ, ഈ 3 പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഡ്രോണുകൾ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഗൗരവത്തോടെ നമ്മൾ ഇന്ത്യൻ സൈനിക വിഭാഗം ഇതിനെ കാണേണ്ടി വരും? പ്രതീക്ഷ തീർച്ചയായും ഈ ശ്രീനഗർ താഴ്വരയിൽ തന്നെയാണ് ഈ ബഡ്ഗാമും അതുപോലെ തന്നെ അനന്ത്നാഗ് ഉൾപ്പെടെയുള്ള ജില്ലകൾ വരുന്നത്. അനന്ത്നാഗിലാണ് നമ്മുടെ പഹൽഗാം ഉള്ളതും അവിടെ ഭീകരാക്രമണം നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അറിയാവുന്നതാണ്.